ഹലോ എവരി വൺ, എല്ലാവർക്കും ആസ്പെർജി ടിപ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ട്, അതിനുള്ള ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഈ ന്യൂട്രിയൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ദ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ആഹാരത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമർലി ആരെയാണ്? പ്ലാന്റ്സിനെ അല്ലേ. പ്ലാന്റ്സിന് മാത്രമാണ് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാൻ കഴിവുള്ളത്. എന്തുകൊണ്ടാണ് പ്ലാന്റ്സ് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നത്? അവരിൽ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രീൻ പ്ലാന്റ്സ് ആണ് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നത്. കാരണം അവരിൽ എന്തുണ്ട്? ക്ലോറോഫിൽ അഥവാ ഹരിതകത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ഈ പറയുന്ന പ്ലാന്റ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഓരോ ട്രാൻസ്പോർട്ടുകൾ പഠിച്ചില്ലേ? അതായത് ബ്ലഡിൻ്റെ ഉള്ളിൽ കോശങ്ങളിലേക്ക് ന്യൂട്രിയൻസ് എത്തപ്പെടുന്ന രീതി പഠിച്ചു. ആ ന്യൂട്രിയൻസ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇനി ആ ന്യൂട്രിയൻസിൻ്റെ സോഴ്സാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇവിടെ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റും അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് ഒക്കെ നമുക്ക് നോക്കാം. നമുക്ക് തുടക്കം നോക്കിയാലോ? ദ സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻ ആർ എസെൻഷ്യൽ ഫോർ മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ആര് വേണം? ഈ പറയുന്ന ന്യൂട്രിയൻസ് വേണം. ഹൗ ഡു ആനിമൽസ് ഗെറ്റ് ദം? എങ്ങനെയാണ് ആനിമൽസിന് ന്യൂട്രിയൻസിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കിട്ടുന്നത്? എവിടുന്നാ? പ്ലാന്റ്സിൽ നിന്നല്ലേ. ഇനി വാട്ട് അബൌട്ട് പ്ലാന്റ്സ്? പ്ലാന്റ്സ് ആണെങ്കിലോ അവരെങ്ങനെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്? അവർ റൂട്ടിൽ നിന്നും ജലവും മിനറൽസും ഒക്കെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നുണ്ട്. അതൊരു രീതി. എവിടെയാണ് അവർ ഫുഡ് പാകം ചെയ്യുന്നത്? അവരുടെ ലീവ്സിലാണ്, ഗ്രീൻ ലീവ്സിനതാണ്. അതുകൊണ്ടാണെന്നല്ലോ പ്ലാന്റ്സിൻ്റെ അടുക്കള എന്ന ഇല അറിയപ്പെടുന്നത്. ഈ ഗ്രീൻ ലീവ്സിൽ എന്തിൻ്റെ സാന്നിധ്യമുണ്ട്? ക്ലോറോഫിലിൻ്റെ സാന്നിധ്യമുണ്ട്. ഇത്രയും മതിയോ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ? പ്രൈമർലി പ്ലാന്റ്സിന് ഊർജം കിട്ടുന്നത് അവർ ആഹാരപാകം ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ. ആ മൊത്തം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് പ്ലാന്റ്സ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എവിടെ പ്രിപ്പയർ ചെയ്യുന്നു? ലീവ്സിൽ. ആരുടെയൊക്കെ വേണം? ഒന്ന് ക്ലോറോഫിൽ, ഹരിതകണം വേണം. പിന്നെയോ സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം വേണം. പിന്നീട് വാട്ടർ, ജലത്തിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്ത് നടക്കുകയുള്ളൂ? പ്ലാന്റ്സിനും സ്വന്തമായിട്ട് ആഹാരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഫോട്ടോസിന്തസിസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. ഫോട്ടോസിന്തസിസിലൂടെയാണ് സസ്യങ്ങൾ അവർക്ക് ആവശ്യമായ ആഹാരത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. ലെറ്റ്സ് ദ കമ്പോണൻറ്റ് റെക്കോർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ക്ലോറോഫിൽ, അത് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെന്ത് വേണം? സൺലൈറ്റ് വേണം. പിന്നെന്ത് വേണം? വാട്ടർ വേണം. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലാണ് പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസിലൂടെ സ്വന്തമായിട്ട് ആഹാരം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്ലാന്റിന് തന്നെ ഒരു സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ അത് നോക്കണം. നമുക്ക് ഫിഗറിലൂടെ തന്നെ പഠിക്കാം. നോക്കിയാലോ? നമ്മളൊരു ലീവ്സിൻ്റെ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ട്രക്ചറാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി മുകളിൽ കണ്ടില്ലേ ഒരു ഫിഗർ? അതിൽ ലൈറ്റ് ഗ്രീൻ കളറിൽ മുകളിലും താഴെയും കാണുന്നതാണ് അതിൻ്റെ എപ്പിഡെർമൽ സെൽസ്. പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എപ്പിഡെർമൽ സെൽസ് മുകളിലും താഴെയുമായിട്ടുണ്ട്. അതിനുശേഷം ഈ എപ്പിഡെർമൽ സെൽസിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സർക്കിൾസ് ഫോമിൽ കാണപ്പെടുന്ന സെൽസ് അല്ലേ, അത് പാരൻകൈമാറ്റ സെല്ലുകളാണ്. എപ്പിഡെർമൽ സെൽസിൻ്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ പാരൻകൈമ കോശങ്ങളെ പറയുന്ന പേരാണ് മീസോഫിൽ സെൽസ്. എന്താണ് മീസോഫിൽ സെൽസ് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? എപ്പിഡെർമൽ സെൽസിനിടയിൽ കാണപ്പെടുന്ന പാരൻകൈമ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോശങ്ങളെയാണ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. ഈ മീസോഫിൽ സെൽസ് ആരുടെ പ്രത്യേകതയാണ്? പ്ലാന്റ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മീസോഫിൽ എന്ന് ചോദിച്ചാൽ, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മീസോഫിൽ സെൽസ് വേണം. മീസോഫിൽ സെൽസ് എവിടെ മാത്രമേ ഉള്ളൂ? ഈ ഗ്രീൻ പ്ലാന്റ്സിലേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരുപാട് സെൽ ഓർഗനൽ, പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലുള്ള സെൽ ഓർഗനൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിക്കേ. ഒരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ളൊരു മെംബ്രെയിൻ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഔട്ടർ, പുറമേക്ക് കാണപ്പെടുന്ന ലെയറിനെ ഔട്ടർ മെംബ്രെയിൻ എന്നും അകത്തായിട്ട് കാണപ്പെടുന്ന ആ ഒരു മെംബ്രെയിനെ ഇന്നർ മെംബ്രെയിൻ എന്നും പറയുന്നു.
ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് പാർട്ട്, ദ്രാവക ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേരാണ് സ്ട്രോമ. അപ്പോൾ എന്താണ് സ്ട്രോമ? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിനെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അവിടെ ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള സാക്ക് പോലുള്ള സ്ട്രക്ചർ കാണുന്നില്ലേ, അതിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്. അപ്പോൾ ഈ തൈലക്കോയിഡ് എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രോമയിലാണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ എന്ന് പറഞ്ഞു. ഈ സ്ട്രോമയിൽ കാണപ്പെടുന്ന മെംബ്രേനിയസ് സാക്കിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്. ഇനി ഈ തൈലക്കോയിഡ് മെംബ്രെയിൻ സാക്ക് അടുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഒരു കോയിൻ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, അതെന്താണ്? ഈ തൈലക്കോയിഡ് മെംബ്രൈൻസ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇത് അടുക്കി വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. ഡിഫറൻസ് മനസ്സിലാക്കുക, സ്ട്രോമയും ഗ്രാനയും എന്താണെന്നുള്ളത്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് പാർട്ടാണ്. ഗ്രാന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഈ സ്ട്രോമയിൽ തന്നെ മെംബ്രേനിയസ് സാക്കുണ്ട്, അതിന് തൈലക്കോയിഡ് എന്നാണ് പറയുന്നതെന്ന്. ഈ തൈലക്കോയിഡ് തന്നെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നതിന് നമ്മൾ ഗ്രാന എന്ന് പറയും. അടുത്തടുത്തുള്ള ഈ സ്ട്രോമേനെ കണക്ട് ചെയ്തിട്ട് ഒരു ചെയിൻ പോലെ സ്ട്രക്ചർ കാണുന്നില്ലേ, അതിനെ പറയുന്ന പേരാണ് സ്ട്രോമ ലാമെല്ലി. നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടി നമുക്കൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു പോകാം. നമ്മൾ പറഞ്ഞു ഗ്രീൻ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ ഔട്ടറിലും ഇന്നറിലുമായിട്ട് എപ്പിഡേർമൽ സെൽസ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ എപ്പിഡേർമൽ സെൽസിൽ കാണപ്പെടുന്ന പാരൻകൈമ കൊണ്ട് നിർമ്മിതമായ കോശങ്ങളെ മീസോഫിൽ സെൽസ് എന്ന് പറയുന്നു. ഈ മീസോഫിൽ സെൽസിൻ്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ്. പ്ലാന്റിൻ്റെ സെല്ലിനുള്ളിലുള്ളൊരു സെൽ ഓർഗനലാണ് ഏത്? ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് പ്രോപ്പറായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് പറയാം. ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ പറഞ്ഞു, ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ, ഔട്ടറായിട്ടുള്ള ഒരു ഔട്ടർ മെംബ്രെയിനും ഇന്നറായിട്ട് ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലെ ദ്രാവക ഭാഗത്തെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന മെംബ്രെയിനിയസ് ആയിട്ടുള്ള സാക്കുകളെ തൈലക്കോയിഡ് എന്ന് പറയുന്നു. തൈലക്കോയിഡ് കാണപ്പെടുന്ന എവിടെയാണ്? സ്ട്രോമയിലാണെന്ന് മനസ്സിലായില്ലേ? ഈ തൈലക്കോയിഡ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതിനെ ഗ്രാന എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഗ്രാനയിലാണ് എന്തുള്ളത്? ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്. അടുത്തടുത്തുള്ള ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്ട്രോമ ലാമെല്ലെ. ഗ്രാനയുടെ ഉള്ളിലാണ് എന്താ നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്നും മനസ്സിലാക്കി വയ്ക്കുക. ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായ പ്ലാന്റിലെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, എന്തൊക്കെ സ്റ്റെപ്സാണ് അതിനകത്തുള്ളതെന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.